ഹലോ, വെൽക്കം ടു സി സി പ്ലസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ഫസ്റ്റ് ചാപ്റ്റർ ആയ സാഖിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് കൂടുതൽ മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ള കുറച്ച് ട്രിക്സും ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ CCയിൽ ജോയിൻ ചെയ്ത് നല്ല പെർസെൻറ്റേജ് മാർക്സ് വാങ്ങിച്ച കുട്ടികളുടെ ഫോട്ടോസ് ആണ്. നിങ്ങളും എല്ലാ സബ്ജക്റ്റിലും ഫോക്കസ് ചെയ്യുക. കൂടാതെ എന്ത് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് एग्जाम पैटर्न ഒന്ന് ശ്രദ്ധിച്ചാലോ. निम्नलिखित पद्यांश पढ़कर प्रश्नों के सही उत्तर चुनकर लिखिए. സഹി ഉത്തർ ചുൻകർ ലിഖിയെ എന്നുള്ളതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തെഴുതിയാൽ മാത്രം മതിയാവും. ഇവിടെ തന്നിരിക്കുന്ന സാഖി എന്ന് പറയുന്നത് ऐसी बाणी बोलिए मन का आपा खोई अपना तन शीतल करे औरन कौ सुख होई कस्तूरी कुंडली बसे मृग ढूंढे बन माही ऐसे घड़ी घड़ी राम है दुनिया देखे नाही. ശ്രദ്ധിക്കുക, ഈ ഒരു ദോഹ എന്നതിന് പകരം ഏത് ദോഹ വേണമെങ്കിലും തരാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോർഷനും സെയിം ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോ ഈ ഒരു ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അതിന്റെ താഴെയുള്ളത്. क्वेश्चन नंबर 1, मन का आपा का अर्थ क्या है? ऑप्शन ए प्रेम, ऑप्शन बी अहंकार, ऑप्शन सी क्रोध, ऑप्शन डी लोभ. मन का आपा, आपा माने क्या है? घड़ी बोली शब्द जो है अहंकार. അപ്പോൾ അഹങ്കാർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ സെയിം ദോഹയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഔരൻ കോം സുഖ് ഹോയ് ക അർത്ഥ ക്യാ ഹൈ? ഔരൻ എന്നുള്ളതിന്റെ ഘടി ബോലി ശബ്ദ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ऑप्शन ए दूसरों को धन मिले, ऑप्शन बी दूसरों को सुख मिले, ऑप्शन सी दूसरों को सम्मान मिले, ऑप्शन डी दूसरों को भोजन मिले. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ दूसरों को सुख मिले എന്നുള്ളതാണ്. അപ്പോൾ ഔരൻ दूसरों को എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ, കസ്തൂരി കിസ്മേ ഹോती हैं? ऑप्शन ए हाथी, ऑप्शन बी मृग, ऑप्शन सी सिंह एंड ऑप्शन डी गाय. കസ്തൂരി മൃഗ് മേ ഹോത്തി ഹേ. അപ്പോൾ മൃഗ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? സമാനാർത്ഥ് യാ പര്യായവാചി ശബ്ദ് ലിഖിയെ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എ ഔരൻ, ക്വസ്റ്റ്യൻ ബി മൃഗ്. സമാനാർത്ഥി ശബ്ദ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഔരൻ എന്നുള്ളതിന്റെ സമാനാർത്ഥി ശബ്ദ് എന്താണ്? ദൂസരോം എന്നുള്ളതാണ്. ഹിരൺ സമാനാർത്ഥി ശബ്ദ് ഹിരൺ. മൃഗ് സമാനാർത്ഥി ശബ്ദ് ഹിരൺ എന്നുള്ളതാണ്. അപ്പോൾ ഔരൻ ഇസ് ഈക്വൽ ടു ദൂസരോം, മൃഗ് ഇസ് ഈക്വൽ ടു ഹിരൺ. ഓക്കെ, നെക്സ്റ്റ് സെയിം പാറ്റേണിൽ വരുന്ന അടുത്തതാണ് വിലോം ശബ്ദ്. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 2 മാർക്കാണ് വിലോം ശബ്ദ് വരിക. ക്വസ്റ്റ്യൻ 1, സുഖിയ. ഇവിടെ എന്താണ് വിലോം ശബ്ദ് എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, അന്ധിയാര. വിലോം ശബ്ദം എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പൊ എന്താണ്? സുഖിയ ഓപ്പോസിറ്റ് ദുഃഖിയ എന്നുള്ളതാണ്. ഓക്കെ, സുഖിയ ദുഃഖിയ. പിന്നെയോ അന്ധിയാര ഉജിയാര. അന്ധിയാര ഉജിയാര. അപ്പൊ ജസ്റ്റ് അതൊന്ന് എഴുതിയാൽ മാത്രം മതിയാവും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് വരിക. നെക്സ്റ്റ് വൺ, ഏക് ഏക് വാക്യമേ ഉത്തർ ലിഖിയേ. നോക്കുക, ഏക് ഏക് വാക്യമേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 ലൈൻ മാത്രം ആൻസർ എഴുതിയാൽ മതിയാവും. അല്ലെങ്കിൽ എക്സാം എഴുതി തീരാനുള്ള സമയം കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതരുത്. ജസ്റ്റ് 1 ലൈൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്? കബീർ കെ അനുസാർ കോൻ പണ്ഡിത് നെഹി ബൻ സക്ത. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. നെഹീം എന്നുള്ള ടേം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? കേവൽ പുസ്തകേം പഠ്നെ വാല. അപ്പൊ കേവൽ പുസ്തകേം പഠ്നെ വാല പണ്ഡിത് നെഹി ബൻ സക്ത എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഒന്നുകൂടി പറയാണ്, 2 ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തോന്നും. ഈ നെഹീം എന്നുള്ള ടേം വന്നിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ, കബീർ കെ അനുസാർ സച്ച പണ്ഡിത് കോൻ ഹേ? സച്ച പണ്ഡിത് കോൻ ഹേ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് जो प्रेम का ज्ञान प्राप्त करता है वो सच्चा पंडित होता है. जो प्रेम का ज्ञान प्राप्त करता है वो सच्चा पंडित होता है. ओके,
നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിമ്നലിഖിത് വാക്യോं का उत्तर 2-3 വാക്യം में लिखिए. ഇതിന് 3 മാർക്കോ 4 മാർക്കോ ആയിരിക്കാം. ഓക്കെ, 2-3 വാക്യം में लिखिए. ക്വസ്റ്റ്യൻ ഇതാണ്, दीपक दिखाई देने पर अंधियारा कैसे मिट जाता है? സാഖി के संदर्भ में स्पष्ट कीजिए. അപ്പോ ഓൺവേർഡ്സിലായിട്ട് എഴുതുമ്പോഴും എന്ത് ചെയ്യണം? സാഖിയുമായിട്ട് കണക്ട് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആൻസർ എന്താണെന്ന് നോക്കാം. दीपक में एक प्रकाश पुंज होता है जिसके प्रभाव के कारण अंधकार नष्ट हो जाता है. इसी प्रकार मन में ज्ञान रूपी दीपक का प्रकाश फैलते ही मन में भ्रम, संदेह और भय रूपी अंधकार समाप्त हो जाता है. भय रूपी अंधकार समाप्त हो जाता है. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ബാക്കി എന്ത് ചെയ്താൽ മതി? ഓൺവേർഡ്സിൽ എഴുതാം. സാഖിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഓൺവേർഡ്സിൽ എഴുതിയാൽ മതിയാവും. പക്ഷെ കീവേഡ് ആയിട്ടുള്ള അന്ധകാർ, ജ്ഞാൻ ഇതുപോലെയുള്ള ടേംസ് എന്ത് വേണം? നമ്മുടെ ആൻസറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹം ഘർ ജാലിയ അപ്നാം ദോഹെ കാ ഭാവാർത്ഥ ലിഖിയേ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആവാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആവാം. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഇസ് ദോഹെ മേ കബീർദാസ് कहते हैं कि उन्होंने मोह माया और अहंकार का त्याग कर दिया है. अब वे दूसरों को भी इन बंधनों से मुक्त होकर सत्य और ईश्वर के मार्ग पर चलने की प्रेरणा देते हैं. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കബീർ, സാഖി എന്നുള്ള ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ നമ്മുടെ CBSE ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ 10th CBSE ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാക്കൽറ്റിയുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന 9496949929 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. മാത്രമല്ല നമ്മുടെ കബീറിന്റെ സാഖിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക്